ഹായ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും തിരുവോണാശംസകൾ. ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് വാവിച്ചിൻ്റെ വീട്ടിലേക്ക് ഓണത്തിന് വിളിച്ചിരുന്നല്ലോ. തിരുവോണം ആയതുകൊണ്ട് ഇന്ന് അവിടേക്ക് അമ്മ വിളിച്ചിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നാമത് ചിങ്കിടുവിൻ്റെ ഫസ്റ്റത്തെ ഇവിടെയും അവിടെയാണെന്നുണ്ടെങ്കിൽ ചിങ്കിടുവിൻ്റെ ഫസ്റ്റ് ഓണമാണ്. അപ്പോൾ ഞങ്ങളിത് ഒക്കെ പോകാൻ വേണ്ടിയൊക്കെ സെറ്റായി നിൽക്കുകയാണ്. പക്ഷെ ചിങ്കിട് മാത്രം അവിടെ ഉറങ്ങാണ് ഗൈസ്. അപ്പോൾ ചിങ്കിടുവിൻ്റെ ഉറക്കത്തിന് രാവിലെയാണ് രാത്രി ഫുൾ ടൈം കളിക്കാതെ. കാരണം ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ പോകണമെന്നുണ്ടെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഷൂട്ടാണെന്നുണ്ടെങ്കിൽ പോലും ചിങ്കിട് രാവിലെ ഉറക്കമായതുകൊണ്ട് രാവിലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഷൂട്ട് എങ്ങനെ ചെയ്തെന്ന് വെച്ചാല് ഉറക്കമില്ലാണ്ട് ഉറങ്ങാതെ പോയിട്ടാണ് ചെയ്തത്. അതായത് മേക്കപ്പിന്റെ ആൾക്കാർ ഏകദേശം ഒരു 3-3:30 ആകുമ്പോൾ വന്നു. ഞങ്ങൾ ആ ടൈമിലൊക്കെ ഇവിടെ ഉണർന്നിരിക്കുന്നു, ചിങ്കിളിന്റെ ഒപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതിനൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇപ്രാവശ്യം നേരെ ഷൂട്ടിങ്ങുകളൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് രീതിയിൽ ഓണത്തിന്റെ ഒരു ഇത് എടുക്കാൻ പറ്റുന്നുള്ളൊരു സമ്മാനത്തിൽ ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ചിങ്കിട് ഉറങ്ങുന്നുണ്ട്. ചിങ്കിടിനെ അങ്ങനെ തൂക്കിയിട്ട് പോകണം. ഡ്രസ്സും ഞാനിലേക്ക് അവിടെ പോയിട്ട് കൊടുക്കാം. എന്താണ് അവർക്ക് ഓണക്കോടിയൊക്കെ എടുത്തിട്ട് പോകണ്ടേ അല്ലേ? നമ്മളുടെ ഒരു ഇതായിട്ട് ഓണക്കോടിയൊക്കെ എടുത്തിട്ട് പോകണം. അപ്പൊ ഞങ്ങൾ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇല്ലേ? അതിപ്പോ അവിടെയാണെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അത് കാരണം അവർക്ക് ഓണക്കോടി എടുത്തിട്ടുണ്ട്. പിന്നെ അമ്മൂമ്മക്ക് ഞങ്ങള് വീട്ടിൽ പോയി കൊടുക്കുക ചെയ്തത് ഇല്ലേ? രാത്രി എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ ആ ദിവസം തന്നെ വീട്ടിൽ പോയി കൊടുത്തു. അപ്പൊ ഇന്നിപ്പോ എന്തായാലും ഞങ്ങൾ ശരിക്കും മുൻകൂട്ടി കൊടുക്കും, പക്ഷെ പോകുമ്പോ എന്തായാലും അങ്ങനെ കൊടുക്കാന്നുള്ള ഒരു ഇതിലാണ്. അതെ. അപ്പൊ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. പിന്നെ എന്താന്ന് കാണിച്ചു കൊടുക്കല്ലേ? എന്നാ ഇപ്പൊ തന്നെ കാണിച്ചു. 3 സാരി എടുത്തിട്ടുണ്ട്. ഇതാണ് ആ ഒരു സാരി. ഇത് ബേബി സെലക്ട് ചെയ്ത് കൊടുത്താണ് കേട്ടോ. പിന്നെ ഈ സാരിയാണ്. ഇതെനിക്ക് കളർ നല്ല ഇഷ്ടപ്പെട്ടു. നല്ല കോമ്പോയില് ബേബി. നല്ലൊരു കളറാണ്. ഇടയിലില്ലേ ഒരു മോളിച്ച് ചിങ്കിട് എണീറ്റിട്ട് തിരിഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ അടുത്തത് ഇത് അമ്മയ്ക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ് ഇത്. അതുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്തത്. ബാക്കി എങ്ങനെ ഇഷ്ടപ്പെടാന്നൊന്നും അറിയില്ല, പക്ഷെ ഇത് അമ്മയ്ക്ക് പൊതുവെ ഇഷ്ടമാണ്. അപ്പം അത് കാരണം ഇതാണ് എടുത്തത്. അപ്പം അമ്മയ്ക്ക് 3 സാരി. ഇനി അച്ഛനാണ് അച്ഛന് റെഡിമെയ്ഡ് ഷർട്ട് ഇടില്ല. അപ്പൊ അച്ഛന് ക്ലോത്ത് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാറാണ്. അപ്പൊ അച്ഛന് ഷർട്ട് ബിറ്റ് എടുത്തിട്ട് പിന്നെ ഒരു ഇതായിട്ടുള്ളത്. അപ്പൊ 4 അച്ഛന് എല്ലാ പ്രാവശ്യം അങ്ങനെയാണ് എടുത്തു. 4 അല്ല ഒന്നും കൂടി ഉണ്ട്. 5 പ്രിന്റഡ് ഇടില്ല, എന്നാലും ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മേടിച്ചാണ്. അതുപോലെ 2 മുണ്ട്, സെറ്റിന്റെ മുണ്ടല്ലോ അത് വെള്ളം മുണ്ടാവേ. ശരി, വെള്ളം മുണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അമ്മയ്ക്ക് ബ്ലൗസ് പീസ് ബ്ലാക്കും ബ്രൗണും ഒരു ഗ്രീൻ ടച്ച് ഉള്ളൊരു സംഭവം. ഡ്രസ്സും ഞാനൊക്കെ എടുത്ത് പാക്ക് ചെയ്തു. അപ്പൊ ഇനി ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ചിങ്കിടുവിന് അമ്മ ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിങ്കിടുവിന് ഓൾറെഡി അമ്മ തന്നിട്ടുണ്ടായിരുന്നു. അമ്മന്റെ വക ഓണക്കൊടിയിലോ. അതെ, കവറിലാക്കിട്ട് അങ്ങനെ ഇരിക്കട്ടെ. പിന്നെ ഇവിടെ ഇങ്ങനെ ഓരോ ഇതില് വളരണത് കാരണം ഡ്രസ്സൊക്കെ ചിലപ്പോൾ ടൈറ്റ് ആവുമല്ലേ. ഞങ്ങള് എന്താണ് എടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ സൈസ് എടുക്കും. എന്നാൽ കൂടി നമുക്ക് പറയാൻ പറ്റില്ല, വളർച്ച പറയുന്ന ആഴ്ചകൾ കൊണ്ടൊക്കെ പെട്ടെന്ന് വളർന്നില്ല. അപ്പൊ നമുക്ക് ലിമിറ്റ് ഉണ്ട്. ചിങ്കിട് ഉറങ്ങണേ ഇപ്പൊ എന്തായാലും തെളിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പൊ എന്തായാലും എടുത്തിട്ട് അങ്ങനെ കാറിൽ കയറിക്കണം. പിന്നെ അങ്ങനെ ഉറങ്ങിക്കോളും. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ചിങ്കിടുവിനെ അങ്ങനെ എടുത്താണ്. ചിങ്കിടു എന്താണ് വണ്ടിയിൽ വന്നതും കുറച്ച് തെളിഞ്ഞു ഗൈസ്. അപ്പൊ അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ബാഗിലെടുത്ത് വെച്ചായിരുന്നു. എന്താ പറഞ്ഞാൽ ഡ്രസ്സ് ഇട്ട് എടുത്തിട്ട് നമ്മൾ തെളിയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉറങ്ങിക്കോട്ടെ വിചാരിച്ചാ ആളെടുത്തിട്ട് വന്ന് ഇവിടെ എത്തിയതും കറക്റ്റ് തെളിഞ്ഞൂലോ. ഇനിയിപ്പോ അല്ല, ഇനി ഉറങ്ങേണ്ട സമയം തന്നെയാണ്. നമ്മൾ എടുത്തപ്പോ ഒന്ന് തെളിഞ്ഞാണ് ആള്. ശരിക്കും കുറച്ചു നേരം കൂടി ഉറങ്ങും. എന്തോ എടുത്തതിൽ മൂപ്പര് പെട്ടെന്ന് തെളിഞ്ഞാണ്. ടാറ്റ പോവാണോ ചിങ്കിട് പാപ്പാ? ചിങ്കിട് പാപ്പാ. കാരണം അമ്മ അവിടെ ബാക്കിൽ ഇരിക്കുക. അപ്പൊ അതുകൊണ്ട് ബാക്കിലേക്ക് നോക്കാണ്. ബാക്കിൽ നോക്കിട്ട് കൈ ചൂണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല, അവൾ അമ്മമ്മയുടെ വീട്ടിൽ പോവാണ്. ചിങ്കിടോ ഹായ് പറയ്.
ഹായ് ഹായ് ചിങ്കിട് പാപ്പ ഹായ് ടാറ്റാന്ന് അത് ടാറ്റാന്ന് അറിയുള്ളൂ. അത് ടാറ്റയാണ്. ഹായ് അതുപോലെ തന്നെയാണല്ലോ പറയാലേ. ഹായ് എന്ന് പറയണം. ടാറ്റാ ടാറ്റാ ബൈ സീ യു. ഗയ്സ്, ഞങ്ങളിവിടെ വണ്ടി നിർത്തിയിട്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ കണ്ടതാ നോക്കിട്ട്. അതെ, പൊയ്ക്കോളൂ പൊയ്ക്കോളൂ, ഓടിക്കോളൂ ഓടിക്കോളൂ. മണോ? ഇതെന്താണ് ഇവിടെ എന്തൊക്കെയോ കോലം വരച്ച് വെച്ചിരിക്കുന്നു. ഞങ്ങളിവിടെ എത്തി. അമ്മ എടുക്കാൻ വേണ്ടി റെഡി ആയി. അച്ഛനെന്തോ ചേച്ചിനെ വിളി. പ്രിന്റ് ഇടുമെന്ന് പറഞ്ഞിട്ടുള്ള ഡൗട്ട് ആയിരുന്നു. പ്രിന്റ് ചെയ്താ ആള് റെഡിയാക്കിയിട്ട് വന്നിരിക്കുന്നു. സിംഗിളോട് വിളിച്ചിട്ട് പോകാണ്ട് നിൽക്കുന്നു. നോക്ക്, നേരെ നോക്ക്, ശ്രദ്ധിച്ച്. അതാണ് തമ്മ. നിന്നെ വിളിക്കാൻ വന്നാണ്. മെനുവിന് അത്ര പേരുടെ മെയിൻറ്റെയിൻ. ചേച്ചിനെ പറ്റി അതെ, അങ്ങനെയാണ് സ്ഥിരമായി എടുക്കണവര് പറ്റൂല. പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ടാറ്റാ പറയ് മിന്നുവിന്റെ അടുത്ത്. ചിങ്കിടോ ചിങ്കിടോ, ചുള്ളി ചേച്ചി എവിടെ? താവറി താവറ എന്റെ വലിയ ജില്ലല്ലോ. എന്നാലും ഓണമായിട്ട് അച്ഛനാണ് ഇതിൽ സൂപ്പർ. എനിക്ക് അച്ഛനെ തന്നെ നോക്കാനുള്ളൂ. ആദ്യമായിട്ടാണ് ചെറുതായി ആള്. അല്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ പ്രിന്റഡ് ഇടുന്നത്. ചെറുതായി ചെറിയ ചുള്ളൻ ചക്കര പോലെ. ആ മുടി മാത്രം ഒന്ന് കറുപ്പിച്ച ഒന്നും കൂടെ ലുക്കായി. ഹാപ്പി ഓണോ. എവിടെ എവിടെ പല്യാണിക്ക്? ഞാൻ ഇങ്ങോട്ടിനെടുത്തല്ലോ. 3 പേരും കൂടെ കളിക്കാനിട്ടോ. മമ്മ വന്നാ കുട്ടിക്ക് മമ്മ വന്നാ. താവറി കൈ തട്ടി കളിപ്പിക്കണേ. താടാവറി
അതാ ചുണ്ണന്റെ കൊടുത്തു അമ്പടി ഇങ്ങനെ തരുന്ന പോലെ കാണിച്ചിട്ട് ബാക്കിക്ക് ഒതുക്കും ചിങ്കടന് അപ്പൊ ഗൈസ് ആ ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നില്ലേ ബേബി ഇവിടെ എന്തൊക്കെയാ സാധനങ്ങള് എന്തൊക്കെയാ പറയൂ ബേബി പേര് കൂട്ടുകറി മസാലക്കറി മസാലക്കറി ഇത് മത്തൻ ഉപ്പേരി അവിയല് ഇഞ്ചിപ്പുളി പപ്പടം ചിക്കൻ അമ്മൂമ്മനോട് കൊണ്ടുവന്നതാണ് അപ്പോൾ ഞങ്ങൾ കഴിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കഴിച്ചു. അപ്പോൾ സദ്യ അവിടെ നിന്ന് വെച്ചിട്ട് ഇവിടെ കുറച്ച് ഒന്നാമത് ഇവിടെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഐറ്റംസ് അമ്മ കൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മളവിടെ കുറച്ചല്ലേ വെച്ചിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ മാത്രം കഴിച്ചാൽ മതിയല്ലോ, പിന്നെ അവിടെ കുറച്ചേ വെച്ചിട്ടുള്ളൂ, അത് വേസ്റ്റ് ആകണ്ടല്ലോ. അപ്പൊ എന്തായാലും കഴിക്കട്ടില്ലേ ഗീസ് അല്ല കഴിക്ക പായസം എങ്ങനെയുണ്ട് നന്നായിണ്ടോ പപ്പടവും പഴവും പയറും കൂടിയിട്ട് ഞാൻ മാത്രം കുടിച്ചില്ല വായിച്ചു കുടിച്ചില്ലേ? ഞാൻ കഴിച്ചിട്ടുണ്ട് കാണുന്ന സമയത്ത് പക്ഷെ ആദ്യമൊക്കെ നമുക്ക് എന്തോ ഒരു ഇതാണ് പക്ഷെ ഇപ്പൊ ചിലപ്പോ ഒരു ദിവസം ഒരു നേരം കഴിക്കും ചിലപ്പോ രണ്ടു നേരം കഴിക്കുള്ളൂ റീലും കണ്ടുകൊണ്ടിരിക്കണട്ടാ ദേവി പിന്നെതാ പിന്നെതാ ചിങ്കിടു പുറത്ത് ചിങ്കിടു